everyone. നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ ഹ്യൂമൻ റീപ്രൊഡക്ഷനാണ്. ഹ്യൂമൻ റീപ്രൊഡക്ഷനിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഗാമീറ്റോജെൻസിസിൽ സ്പെർമാറ്റോജെൻസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് വരെയാണ് പറഞ്ഞു നിർത്തിയത്. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് oogenesis ആണ്. അതായത് ഗാമീറ്റോജെൻസിസിൽ രണ്ടെണ്ണം ഉണ്ടെന്ന് പറഞ്ഞു, സ്പെർമാറ്റോജെൻസിസും അതേപോലെ തന്നെ oogenesisഉം. അതിൽ സ്പെർമാറ്റോജെൻസിസ് നമ്മൾ കഴിഞ്ഞു. ഇനി നമ്മൾ എടുക്കുന്നത് oogenesis എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പോൾ oogenesis എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വാട്ട് ഈസ് oogenesis? യെസ്, ദ ഫോർമേഷൻ ഓഫ് ഓവം അല്ലേ? ഓവം ഫോം ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് എന്തെന്ന് പറയുക? oogenesis എന്ന് പറയുന്നത്. സോ ഇൻ oogenesis ഹിയർ ഓവം ഈസ് ഫോംഡ്. ഈ oogenesis എന്ന് പറയുന്ന പ്രോസസ്സ് എവിടെയാണ് നടക്കുന്നത്? ഫീമെയിലിൻ്റെ ഓവറിയിലാണ് നടക്കുന്നത്. അതായത് 2 ഓവറീസ് ഉണ്ട്. ഈ ഓവറീസിലാണ് oogenesis എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നത്. സോ oogenesis എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഫോർമേഷൻ ഓഫ് ഓവം. ഓവത്തിൻ്റെ ഫോർമേഷൻ നടക്കുന്നത് ഓവറീസിലാണ്. ഇനി ഫീമെയിൽസിൻ്റെ കേസിലൊരു പ്രത്യേകത ഉള്ളത്, ഈ oogenesis എന്ന് പറയുന്ന പ്രോസസ്സ് അവരുടെ എംബ്രിയോണിക് ഡെവലപ്മെൻറ്റൽ സ്റ്റേജിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതായത് ഒരു പെൺകുഞ്ഞ് ജനിക്കുന്നതിന് മുന്നേ തന്നെ അവളുടെ ഓവറീസിൽ എന്ത് ഫോം ചെയ്യുന്നുണ്ട്? ഈ ഓവത്തിൻ്റെ ഫോർമേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സോ oogenesis സ്റ്റാർട്ട് ചെയ്യുന്നത് ബർത്തിന് മുന്നേ തന്നെയാണ്. അതായത് എംബ്രിയോണിക് ഡെവലപ്മെൻറ്റൽ സ്റ്റേജിലാണ് എന്ത് നടക്കുന്നത്? oogenesis എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നത്. സോ oogenesisൽ 3 ഫേസസ് ഉണ്ട്. ഒന്ന് മൾട്ടിപ്ലിക്കേഷൻ ഫേസ്, 2 ഗ്രോത്ത് ഫേസ്, 3 മെച്ചുറേഷൻ ഫേസ്. So oogenesis consists of 3 phases. First one is multiplication phase, second one is growth phase, and the third one is maturation phase. നമ്മൾ സ്പെർമാറ്റോജെൻസിസ് പറഞ്ഞതുപോലെ തന്നെയാണ് എവിടെയും നടക്കുന്നത്, ഈ oogenesisലും ഉള്ള ആ 3 phases എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ മൾട്ടിപ്ലിക്കേഷൻ ഫേസ് എന്ന് പറയുന്ന ആ ഒരു ഫേസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ എംബ്രിയോണിക് ഡെവലപ്മെൻറ്റൽ സ്റ്റേജിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. എംബ്രിയോണിക് ഡെവലപ്മെൻറ്റൽ സ്റ്റേജിൽ എംബ്രിയോൻ്റെ ഓവറീസിൽ ഓവത്തിൻ്റെ ഫോർമേഷൻ സ്റ്റാർട്ട് ചെയ്യും. ഇനി ഓവത്തിൻ്റെ ഫോർമേഷൻ സ്റ്റാർട്ട് ചെയ്താൽ തന്നെ അത് കംപ്ലീറ്റ് ആവുന്നില്ല, എന്നാൽ ഓവത്തിൻ്റെ ഫോർമേഷൻ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുമുണ്ട്. അപ്പോൾ അതിൻ്റെ റിസൾട്ടായിട്ട് എഗ് മദർ സെല്ലിൽ നിന്ന്, എഗ് മദർ സെൽ അല്ലെങ്കിൽ ഊഗോണിയ എന്ന് പറയും, ഈ ഊഗോണിയയിൽ നിന്ന് ഒരുപാട് ഊഗോണിയാസ് എന്ത് ചെയ്യാൻ തുടങ്ങും? ഫോം ചെയ്യാൻ തുടങ്ങും. അതായത് ഒരു ഊഗോണിയ ഡിവൈഡ് ചെയ്തിട്ട് ഒന്നിൽ കൂടുതൽ ഊഗോണിയാസ് ഫോം ചെയ്യാൻ തുടങ്ങും. സോ ന്യൂമറസ് എഗ് മദർ സെൽസ് ആർ ഫോംഡ്. ഒരുപാട് എഗ് മദർ സെൽസ് എവിടെ ഫോം ചെയ്യുന്നുണ്ട്? ഈ ഒരു ഫേസിൽ ഫോം ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് അതിനെ മൾട്ടിപ്ലിക്കേഷൻ ഫേസ് എന്ന് പറയുന്നത്. സോ മൾട്ടിപ്ലിക്കേഷൻ ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എംബ്രിയോണിക് ഡെവലപ്മെൻറ്റൽ സ്റ്റേജിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ഒരു സമയത്ത് എംബ്രിയോൻ്റെ ഓവറിയിൽ ഒരുപാട് ഊഗോണിയാസ് അല്ലെങ്കിൽ എഗ് മദർ സെൽസ് എന്ത് ചെയ്യാൻ തുടങ്ങും? ഫോം ചെയ്യാൻ തുടങ്ങും. അങ്ങനെ തൗസൻഡ്സ് അല്ല, മില്യൺസ് ഓഫ് ഊഗോണിയാസ് ആണ് എന്ത് ചെയ്യുന്നത്? അവിടെ ഫോം ചെയ്യുന്നത്. സോ ഈ ഒരു ഫേസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് ബർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു ഊഗോണിയ പോലും എന്ത് ചെയ്യുന്നില്ല? ഈ ചൈൽഡിൻ്റെ ബോഡിയിൽ ഫോം ചെയ്യുന്നില്ല. അതായത് ഫീമെയിൽ ബോഡിയിൽ പിന്നീട് ഓവറിയിൽ ഒരു ഊഗോണിയ പോലും എന്ത് ചെയ്യുന്നുണ്ടാവില്ല? ഫോം ചെയ്യുന്നുണ്ടാവില്ല. അതാണ് മൾട്ടിപ്ലിക്കേഷൻ ഫേസ് എന്ന് പറയുന്നത്. സോ മൾട്ടിപ്ലിക്കേഷൻ ഫേസ് സ്റ്റാർട്ട്സ് ഇറ്റ്സ് എംബ്രിയോണിക് ഡെവലപ്മെൻറ്റ്. ന്യൂമറസ് ഊഗോണിയാസ് ആർ ഫോംഡ് ഇൻ ദിസ് ഫേസ് and no more oogonias are formed after birth. ബർത്തിന് ശേഷം ഒരു ഊഗോണിയ പോലും എന്ത് ചെയ്യുന്നുണ്ടാവില്ല? ഫോം ചെയ്യുന്നുണ്ടാവില്ല. സോ ദാറ്റ് ഈസ് അബൌട്ട് മൾട്ടിപ്ലിക്കേഷൻ ഫേസ്. മൾട്ടിപ്ലിക്കേഷൻ ഫേസ് കഴിഞ്ഞാൽ അടുത്ത ഫേസ് ഏതാണ്? ഗ്രോത്ത് ഫേസ് ആണ്. അപ്പോൾ പേരിൽ നിന്ന് പറയുന്നത് പോലെ തന്നെ ഗ്രോത്ത് ഫേസിൽ എന്തായിരിക്കും നടക്കുന്നുണ്ടാവുക? ഈ യൂഗോണിയാസ് ഗ്രോ ചെയ്യുന്നുണ്ടായിരിക്കും. അതായത് ഡിവൈഡ് ചെയ്തിട്ടുള്ള ഈ യൂഗോണിയാസ് എന്ത് ചെയ്യും? ഗ്രോ ചെയ്യും. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം. സോ ഊഗോണിയ എന്ത് ചെയ്യും? ആദ്യം മൈറ്റോട്ടിക്കലി ഡിവൈഡ് ചെയ്തിട്ട് ഈ ഊഗോണിയ മിയോസിസിലേക്ക് എൻ്റർ ചെയ്യും. മിയോസിസിലേക്ക് എൻ്റർ ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് മിയോട്ടിക് ഡിവിഷൻ നടക്കില്ല. മിയോസിസിൻ്റെ ഫസ്റ്റ് ഫേസ് ഉണ്ടല്ലോ, അതായത് പ്രൊഫേസ് 1, ഈ പ്രൊഫേസ് 1 വരെ നടക്കും. പ്രൊഫേസ് 1 വരെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു ഫേസും അവിടെ നടക്കുന്നില്ല. പ്രൊഫേസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ഫേസുകളുണ്ട്, ആ ഫേസസ് ഒന്നും നടക്കില്ല. പ്രൊഫേസ് 1 അതെന്ത് ചെയ്യും? അറസ്റ്റ് ചെയ്ത് നിൽക്കും. അതായത് ആ ഒരു സ്റ്റേജ് വരെയാണ് അവിടെ നടക്കുക.
സോ ഊഗോണിയാസ് ഡിവൈഡ് ചെയ്യും, മൈറ്റോട്ടിക്കലി ഡിവൈഡ് ചെയ്യും, ആൻഡ് ദേ എൻറ്റർ ഇൻ ടു പ്രൊഫേസ് 1. അവർ പ്രൊഫേസ് 1 എന്ന് പറയുന്ന ആ ഒരു സ്റ്റേജിലേക്ക്, മിയോസിസിലെ പ്രൊഫേസ് 1 എന്ന് പറയുന്ന സ്റ്റേജിലേക്ക് വന്ന് അവിടെ നിൽക്കും. പിന്നെയുള്ള ഡിവിഷൻസ് എന്ത് ചെയ്യുന്നില്ല, അപ്പോൾ നടക്കുന്നില്ല. ആ ഒരു സ്റ്റേജിൽ അങ്ങനെ അറസ്റ്റ് ചെയ്ത് നിൽക്കുകയായിരിക്കും ചെയ്യുക. ആ ഒരു കണ്ടീഷനെയാണ് നമ്മൾ പ്രൈമറി ഊസൈറ്റ് എന്ന് പറയുക. അപ്പോൾ പ്രൈമറി ഊസൈറ്റ് എന്താണ്? ഊഗോണിയ ആദ്യം മൈറ്റോട്ടിക്കലി ഡിവൈഡ് ചെയ്യും. മൈറ്റോട്ടിക്കലി ഡിവൈഡ് ചെയ്ത ഊഗോണിയ പിന്നീട് മിയോസിസ് എന്ത് ചെയ്യും? മിയോസിസ് 1ൻ്റെ പ്രൊഫേസ് 1 എന്ന് പറയുന്ന സ്റ്റേജ് വരെ എത്തും. ആ ഒരു സ്റ്റേജിൽ അവരവിടെ അങ്ങനെ നിൽക്കും. ആ ഒരു കണ്ടീഷനെയാണ് എന്തെന്ന് പറയുന്നത്? പ്രൈമറി ഊസൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു കണ്ടീഷനാണ് എന്ത്? പ്രൈമറി ഊസൈറ്റ്, അല്ലെങ്കിൽ ആ ഒരു ഊഗോണിയനെ നമ്മൾ പറയുന്ന പേരാണ് പ്രൈമറി ഊസൈറ്റ്. ഈ പ്രൈമറി ഊസൈറ്റിന് പിന്നീട് ഒരു ഗ്രാനുലോസ ലെയർ കൊണ്ട് കവർ ചെയ്യും. സോ ഇതൊരു പ്രൈമറി ഊസൈറ്റ് ആണെങ്കിൽ ഇതിനെ ആദ്യം എന്ത് ചെയ്യും? ഒരു ഗ്രാനുലോസ ലെയർ കൊണ്ട് കവർ ചെയ്യും. ഇതിനെയാണ് നമ്മൾ പ്രൈമറി ഫോളിക്കിൾ എന്ന് പറയുക. ആ ഗ്രാനുലോസ ലെയർ കൊണ്ട് കവർ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ, ആ ഒരു ലെയറിനെയാണ് നമ്മളപ്പോൾ എന്തെന്ന് പറയുക? പ്രൈമറി ഫോളിക്കിൾ എന്ന് പറയുന്നത്. ഈ പ്രൈമറി ഫോളിക്കിള് പിന്നെയും എന്ത് ചെയ്യും? ഇതേപോലെ ഗ്രാനുലോസ ലെയേഴ്സ് വീണ്ടും കവർ ചെയ്യും. അപ്പോൾ നമ്മൾ അതിനെന്തെന്ന് പറയും? സെക്കൻഡറി ഫോളിക്കിൾ എന്ന് പറയും. അപ്പോൾ പ്രൈമറി ഫോളിക്കിൾ മാറി അതെന്തായി? സെക്കൻഡറി ഫോളിക്കിളായിട്ട് മാറി. ഇനി സെക്കൻഡറി ഫോളിക്കിളിൽ എന്ത് ചെയ്യും? അപ്പോൾ ഈ സെക്കൻഡറി ഫോളിക്കിൾ ആണെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ഇതിൽ ഒരു ചെറിയ തീക്ക ഫോം ചെയ്യും. തീക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു ക്യാവിറ്റി. ആ ഒരു ക്യാവിറ്റീനെയാണ് നമ്മൾ തീക്ക എന്ന് പറയുന്നത്. അപ്പോൾ സെക്കൻഡറി ഫോളിക്കിൾ എന്ന് പറയുന്ന ആ ഒരു സ്റ്റേജ് ആകുമ്പോഴേക്കും നമ്മളുടെ ഊഗോണിയയിൽ ചെറിയൊരു തീക്ക ഫോം ചെയ്തിട്ടുണ്ടായിരിക്കും, ചെറിയൊരു ക്യാവിറ്റി ഫോം ചെയ്തിട്ടുണ്ടാവും. ഇനി ഈ സെക്കൻഡറി ഫോളിക്കിൾ, അതായത് ആദ്യം പ്രൈമറി ഫോളിക്കിളായി, അത് പിന്നീട് സെക്കൻഡറി ഫോളിക്കിളായി, സെക്കൻഡറി ഫോളിക്കിളിൽ നിന്ന് വീണ്ടും ഗ്രാനുലോസ സെൽസ് ആഡ് ചെയ്തിട്ട് അതെന്തായിട്ട് മാറും? ടെറിഷറി ഫോളിക്കിൾസ് ആയിട്ട് മാറും. ടെറിഷറി ഫോളിക്കിൾസ് ആയിട്ട് മാറും. അപ്പോൾ ടെറിഷറി ഫോളിക്കിൾ ആയിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഈ കഴിഞ്ഞ ഈ തീക്കയിൽ എന്ത് വന്നിട്ട് ഫില്ല് ചെയ്യും? ഒരു ഫ്ലൂയിഡ് ഫില്ല് ചെയ്യും. അപ്പോൾ ടെറിഷറി ഫോളിക്കിളിൻ്റെ പ്രത്യേകത എന്താ? അവിടെ ഒരു ഫ്ലൂയിഡ് ഫിൽഡ് ആയിട്ടുള്ള ക്യാവിറ്റി ആയിരിക്കും കാണുന്നുണ്ടാവുക. ആ ഫ്ലൂയിഡ് ഫിൽഡ് ക്യാവിറ്റീനെ പറയുന്ന പേരാണ് ആൻഡ്രം. സോ ടെറിഷറി ഫോളിക്കിൾ ക്യാരക്ടറൈസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ബൈ ദ പ്രസൻസ് ഓഫ് എ ഫ്ലൂയിഡ് ഫിൽഡ് ക്യാവിറ്റി കോൾഡ് ആൻഡ്രം. അപ്പോൾ ഈ ടെറിഷറി ഫോളിക്കിളിന് നമുക്ക് തീക്കാസ് ഉണ്ടല്ലോ, ഇതിനെ നമുക്ക് 2 റീജിയൻസ് ആയിട്ട് പറയാൻ പറ്റും, 2 തീക്കാസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഔട്ടർ തീക്കയും അതേപോലെ തന്നെ ഇന്നർ തീക്കയും. ഔട്ടർ തീക്കാനെ എക്സ്റ്റേണ എന്നും ഇന്നർ തീക്കാനെ ഇൻറ്റേണ എന്നും പറയാം. അപ്പം അങ്ങനെ 2 തീക്കാസ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഡിവൈഡ് ചെയ്യുന്നത്. അതാണ് ടെറിഷറി ഫോളിക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ ടെറിഷറി ഫോളിക്കിൾ ആണ്, പക്ഷെ ഇതിൻ്റെ ഉള്ളിലുള്ള ആളാരാ? പ്രൈമറി ഊസൈറ്റ് തന്നെയല്ലേ? പ്രൈമറി ഊസൈറ്റിന് ഒന്നും സംഭവിച്ചിട്ടില്ല, അത് അതേപോലെ ആ പ്രൊഫേസ് 1 എന്ന് പറയുന്ന സ്റ്റേജിൽ അതേപോലെ തന്നെ നിൽക്കുകയാണ്. പക്ഷേ അതിനെ സറൗണ്ട് ചെയ്തിട്ട് ആര് വന്നു? ഫോളിക്കിൾസ് വന്നു, അതല്ലെങ്കിൽ ഗ്രാനുലോസ ലെയർ വന്നു. ഫസ്റ്റ് ഗ്രാനുലോസ ലെയർ വന്നപ്പോൾ അതെന്തായി? പ്രൈമറി ഫോളിക്കിളായി. പക്ഷെ ഉള്ളിലുള്ളത് പ്രൈമറി ഊസൈറ്റ് ആണ്. സെക്കൻഡറി ഫോളിക്കിളും അതേപോലെ വന്നു, പക്ഷെ അപ്പോഴും ഉള്ളിലുള്ളത് എന്താണ്? പ്രൈമറി ഊസൈറ്റ് ആണ്. ടെറിഷറി ഫോളിക്കിളും ആഡ് ചെയ്തു, അതായത് മറ്റൊരു ഗ്രാനുലോസ ലെയറും കൂടി ആഡ് ചെയ്തു, അത് ടെറിഷറി ഫോളിക്കിളായിട്ട് മാറി. കൂടുതൽ ഗ്രാനുലോസ ലെയേഴ്സ് ആഡ് ചെയ്തിട്ട് അത് ടെറിഷറി ഫോളിക്കിളായിട്ട് മാറി. അതിൽ ഒരു ഫ്ലൂയിഡ് ഫിൽഡ് ക്യാവിറ്റി ഒക്കെ ഫോം ചെയ്തു. പക്ഷെ അങ്ങനെയാണെങ്കിലും ഉള്ളിലുള്ളത് ആര് തന്നെയാണ്? ആ പ്രൈമറി ഊസൈറ്റ് തന്നെയാണ്. ഇനി ആ പ്രൈമറി ഊസൈറ്റ് എന്തായിരിക്കും ചെയ്യുന്നുണ്ടാവുക? അപ്പോൾ ഈ ഒരു സ്റ്റേജ് ആയിക്കഴിഞ്ഞാൽ, ടെറിഷറി ഫോളിക്കിളൊക്കെ ആഡ് ചെയ്ത് മെച്ചുറായിട്ടുള്ള ടെറിഷറി ഫോളിക്കിൾ ആയിക്കഴിഞ്ഞാൽ അതിനുള്ളിലുള്ള പ്രൈമറി ഊസൈറ്റ് എന്ത് ചെയ്യുന്നറിയോ? അത് അതിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യും. സൈസ് ഇൻക്രീസ് ചെയ്തിട്ട് അത് ഗ്രോ ചെയ്യാൻ തുടങ്ങും. അതായത് വലുതാവുന്നല്ല, നല്ല വലുതാവുന്നല്ല, അത് അതിൻ്റെ സൈസ് കുറേശ്ശെ എന്ത് ചെയ്യാൻ തുടങ്ങും? ഇൻക്രീസ് ചെയ്ത് അത് മെച്ചുർ ആവാൻ തുടങ്ങും. അതായത് മെച്ചുർ ആയെങ്കിൽ മാത്രമേ അതിന് മിയോട്ടിക് ഡിവിഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ മെച്ചുർ ആവുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ആ മിയോട്ടിക് ഡിവിഷൻ ഇനി കംപ്ലീറ്റ് ചെയ്യണം. കാരണം മിയോട്ടിക് ഡിവിഷൻ്റെ ഫസ്റ്റ് ഫേസ് വരെ മാത്രമേ എത്തിയിട്ടുള്ളൂ. അതായത് മിയോസിസ് 1ൻ്റെ പ്രൊഫേസ് 1 എന്ന് പറയുന്ന സ്റ്റേജ് വരെ മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ? ഇവർ എത്തിയിട്ടുള്ളൂ. ഇനി അത് എന്ത് ചെയ്യണം? മിയോട്ടിക് ഡിവിഷൻ കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ ഇതുവരെയുള്ള ആ ഒരു ഫേസിനെ പറയുന്നതാണ് ഗ്രോത്ത് ഫേസ്. സോ ഗ്രോത്ത് ഫേസ് എന്ന് പറയുന്നത് എന്താണ്?
ഊഗോണിയാസ് അതായത് എഗ് മദർ സെൽസ് മൈറ്റോട്ടിക്കലി ഡിവൈഡ് ചെയ്യും. എന്നിട്ട് അവർ പ്രൊഫൈസ് 1-ൽ എൻ്റർ ചെയ്തിട്ട് മിയോസിസിലെ പ്രൊഫൈസ് 1-ൽ എൻ്റർ ചെയ്തിട്ട് അവിടെ അറസ്റ്റ് ചെയ്ത് നിൽക്കും. അത് കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? പ്രൈമറി യൂസൈറ്റായിട്ട് കൺവേർട്ട് ചെയ്യും. ഈ പ്രൈമറി യൂസൈറ്റിനെ കവർ ചെയ്തിട്ട് ഗ്രാനുലോസ ലെയേഴ്സ് ആഡ് ചെയ്യും. അപ്പോഴാണ് പ്രൈമറി ഫോളിക്കിൾ എന്ന് പറയുക. പ്രൈമറി ഫോളിക്കിളിൽ വീണ്ടും ഗ്രാനുലോസ ലെയേഴ്സ് ആഡ് ചെയ്യുമ്പോൾ അത് സെക്കൻഡറി ഫോളിക്കിൾ ആയിരിക്കും. അതിന് ചെറിയൊരു തീക്ക ഫോം ചെയ്യും. സെക്കൻഡറി ഫോളിക്കിൾ പിന്നീട് എന്തായിട്ട് മാറും? അത് ടെറിഷറി ഫോളിക്കിൾസ് ആയിട്ട് മാറും. ടെറിഷറി ഫോളിക്കിൾ ആണെങ്കിൽ അതിനൊരു ഫ്ലൂയിഡ് ഫിൽഡ് ആയിട്ടുള്ള ഒരു ക്യാവിറ്റി ഉണ്ടായിരിക്കും. ആ ക്യാവിറ്റീനെ പറയുന്ന പേരാണ് ആൻഡ്രം. ഇനി അതിനുള്ളിലുള്ള അതായത് ടെറിഷറി ഫോളിക്കിളിന് ഉള്ളിലുള്ള പ്രൈമറി യൂസൈറ്റ് ഇനി എന്ത് ചെയ്യാൻ തുടങ്ങും? അതിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്ത് അത് മെച്ചുർ ആവും. എന്നിട്ട് മിയോസിസ് 2-ന് റെഡി ആയിട്ട് നിൽക്കും. ഈ ഒരു കണ്ടീഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ഫേസിനെയാണ് നമ്മൾ ഗ്രോത്ത് ഫേസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഗ്രോത്ത് ഫേസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ഫേസ് ഏതാണ്? മെച്ചുറേഷൻ ഫേസ് ആണ്. അപ്പോൾ ഈ ഗ്രോത്ത് ഫേസ് ആയി പ്രൈമറി യൂസൈറ്റ്സ് നമ്മൾ ബർത്തിന് ശേഷം പ്യൂബർട്ടി അറ്റൈൻ ചെയ്യുന്ന ആ ഒരു ടൈം ആകുമ്പോഴേക്കും നമ്മളുടെ ഓവറിയുടെ ഉള്ളിലുള്ള ഒട്ടുമിക്ക പ്രൈമറി ഊസൈറ്റ്സും എന്ത് ചെയ്യാൻ തുടങ്ങും? ഡീജനറേറ്റ് ചെയ്ത് പോയിട്ടുണ്ടാവും. ഒരു പകുതി മുക്കാലും പ്രൈമറി ഊസൈറ്റ്സ് എന്ത് ചെയ്തിട്ടുണ്ടാവും? ഡീജനറേറ്റ് ചെയ്ത് പോയിട്ടുണ്ടായിരിക്കും. ഏകദേശം ഒരു 60,000 to 80,000 പ്രൈമറി യൂസൈറ്റ്സ് മാത്രമേ ആ ഒരു ടൈമിൽ പ്യൂബർട്ടി ആകുമ്പോഴേക്കും നമ്മുടെ ഓവറീസിൽ ഉണ്ടാവുള്ളൂ. അതായത് 2 ഓവറീസിലും ഒരു 60,000 to 80,000 പ്രൈമറി യൂസൈറ്റ്സ് മാത്രമേ അപ്പോൾ ഉണ്ടാവുള്ളൂ. അതായത് ബർത്ത് വരെ പ്രൈമറി യൂസൈറ്റാണ്. അത് കഴിഞ്ഞാലും പ്യൂബർട്ടി അറ്റൈൻ ചെയ്യുന്നത് വരെയും അത് പ്രൈമറി യൂസൈറ്റ്സ് തന്നെയാണ്. പക്ഷേ ആ പ്രൈമറി യൂസൈറ്റ്സ് പ്യൂബർട്ടി ആകുമ്പോഴേക്കും ആദ്യം നമ്മൾ പറഞ്ഞു മില്യൺസ് ഉണ്ടാവും എന്ന് പറഞ്ഞു. ആ മില്യൺസ് എന്നുള്ളത് നമ്മൾ പ്യൂബർട്ടി അറ്റൈൻ ചെയ്യുന്ന സമയമാകുമ്പോഴേക്കും പകുതി മുക്കാലും പ്രൈമറി യൂസൈറ്റ്സ് എന്ത് ചെയ്തിട്ടുണ്ടാവും? ബോഡിയിൽ നിന്ന് ഓവറിയിൽ നിന്ന് ഡീജനറേറ്റ് ചെയ്ത് പോയിട്ടുണ്ടാവും. പിന്നെ ബാക്കി ഒരു 60,000 to 80,000 പ്രൈമറി യൂസൈറ്റ്സ് മാത്രമേ എവിടെ ഉണ്ടാവുള്ളൂ? നമ്മളുടെ ഓവറീസിൽ ഉണ്ടായിരിക്കുള്ളൂ. സോ ദാറ്റ് ഈസ് അബൌട്ട് ഗ്രോത്ത് ഫേസ്. അത് കഴിഞ്ഞാൽ വരുന്ന മൂന്നാമത്തെ ഫേസാണ് മെച്ചുറേഷൻ ഫേസ്. മെച്ചുറേഷൻ ഫേസിൽ ഈ ടെറിഷറി ഫോളിക്കിളിനുള്ളിലുള്ള പ്രൈമറി യൂസൈറ്റ് എന്ത് ചെയ്യും? ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷൻ കണ്ടിന്യൂ ചെയ്യും. അതായത് കംപ്ലീറ്റ് ചെയ്ത് അത് 2 അൺഈക്വൽ സെൽസ് ആയിട്ട് മാറും. ഒന്ന് ഒരു സ്മോളർ ഫസ്റ്റ് പോളാർ ബോഡി ആൻഡ് സെക്കൻഡറി ഊസൈറ്റ്. ഒരു ഫസ്റ്റ് പോളാർ ബോഡിയും ഫോം ചെയ്യും, അതേപോലെ തന്നെ ഒരു സെക്കൻഡറി യൂസൈറ്റും ഫോം ചെയ്യും. ഇനി ഇതിന് ശേഷം സെക്കൻഡറി യൂസൈറ്റ് അല്ലെങ്കിൽ ഓവ് എന്ന് പറയും. ഇതിന് ശേഷം ഈ ടെറിഷറി ഫോളിക്കിൾ എന്ത് ചെയ്യും? ഗ്രാഫിയൻ ഫോളിക്കിളായിട്ട് കൺവേർട്ട് ചെയ്യും. ഈ ഗ്രാഫിയൻ ഫോളിക്കിൾ റപ്ചർ ചെയ്ത് അതിൽ നിന്ന് ഓവം റിലീസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഓവുലേഷൻ എന്ന് പറയുന്നത്. ഈ ഓവുലേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നത് നമ്മുടെ പ്യൂബർട്ടി ടൈമിലാണ്. പ്യൂബർട്ടി അറ്റൈൻ ചെയ്തതിന് ശേഷമാണ് ഓവുലേഷൻ നടക്കുക. ഇനി മിയോസിസ് 2 സ്റ്റാർട്ട് ചെയ്യുന്നത്, മിയോസിസ് 1 കംപ്ലീറ്റ് ചെയ്തു, മിയോസിസ് 2 എപ്പോഴായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക? ഫെർട്ടിലൈസേഷന് ശേഷമാണ്. അതായത് സ്പേം എൻ്റർ ചെയ്തതിന് ശേഷം, ഫെർട്ടിലൈസേഷൻ നടന്നതിന് ശേഷമാണ് ഇവർ മിയോട്ടിക് ഡിവിഷൻ കംപ്ലീറ്റ് ചെയ്തിട്ട് ഫെർട്ടിലൈസ്ഡ് ഓവമായിട്ട് മാറുന്നത്. ഇനി ഈ കാണുന്നത് നമുക്കിതിൻ്റെ ഊജനസിൻ്റെ ഒരു റെപ്രസെൻറ്റേഷനാണ്. ഈ കാണുന്നത് എന്താണ്? ഊഗോണിയാണ്. ഊഗോണിയ അല്ലെങ്കിൽ എഗ് മദർ സെൽ. ഇവരുടെ ക്രോമസോം നമ്പർ എന്ന് പറയുന്നത് 46 നമ്പറുള്ള ഊഗോണിയ മൾട്ടിപ്ലൈ ചെയ്തിട്ട് എന്തായിട്ട് മാറും? ഒരുപാട് ഊഗോണിയാസ് ആയിട്ട് മാറും. ഇതൊക്കെ ഊഗോണിയാസ് ആണ്. ഈ ഊഗോണിയാസ് മൈറ്റോട്ടിക് ഡിവിഷനാണ് അണ്ടർഗോ ചെയ്യുന്നത്. മൈറ്റോട്ടിക് ഡിവിഷന് ശേഷം ഇവർ പ്രൊഫേസ് 1-ന്റെ സ്റ്റേജിൽ വരും. ഈ കാണുന്നതാണ് ഇത് മിയോസിസിൻ്റെ റിസൾട്ടായിട്ടുണ്ടാകുന്ന ഈ കാണുന്നതാണ് പ്രൈമറി യൂസൈറ്റ് എന്ന് പറയുന്നത്. ഈ കാണുന്നത്. അപ്പോൾ പ്രൈമറി യൂസൈറ്റ് ആവുന്നത് എപ്പോഴാണ്? നമ്മളുടെ ബർത്തിന് മുന്നെയാണ്. ബർത്തിന് മുന്നേ തന്നെ പ്രൈമറി യൂസൈറ്റ് എന്ന് പറയുന്ന കണ്ടീഷനിലായിരിക്കും നമ്മളുടെ ഓവം എവിടെ ഉണ്ടാവുക? നമ്മളുടെ ഓവറിയിൽ കാണുക. ഇനി ബർത്ത് മുതൽ ചൈൽഡ്ഹുഡ് അതേപോലെ തന്നെ പ്യൂബർട്ടി, ഇത്രയും ടൈമിനിടയിൽ നമ്മളുടെ ഒരുപാട് പ്രൈമറി യൂസൈറ്റ്സ് എന്ത് ചെയ്യും? ഡീജനറേറ്റ് ചെയ്ത് പോവും. ഡീജനറേറ്റ് ചെയ്ത് പോയതിന് ശേഷം ഏകദേശം 60,000 to 80,000 പ്രൈമറി യൂസൈറ്റ്സ് മാത്രമേ എവിടെ ഉണ്ടാവുള്ളൂ? നമ്മളുടെ ഓവറിയിൽ കാണുള്ളൂ. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ളത് അഡൾട്ട് ലൈഫിലാണ്. അതായത് നമ്മൾ പ്യൂബർട്ടി അറ്റൈൻ ചെയ്തതിന് ശേഷമുള്ള കാര്യമാണ് ഈ പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ പ്രൈമറി യൂസൈറ്റ് മിയോട്ടിക് ഡിവിഷൻ കംപ്ലീറ്റ് ചെയ്ത് ഫസ്റ്റ് പോളാർ ബോഡി ആവും. ഇതാണ് ഫസ്റ്റ് പോളാർ ബോഡി.
ഫസ്റ്റ് പോളാർ ബോഡിയും അതേപോലെ തന്നെ സെക്കൻഡറി ഊസൈറ്റുമായിട്ട് മാറും. സെക്കൻഡറി ഊസൈറ്റ് അല്ലെങ്കിൽ ഓവം, സെക്കൻഡറി ഊസൈറ്റ് പിന്നെ വീണ്ടും സെക്കൻഡ് മിയോട്ടിക് ഡിവിഷൻ നടന്ന് സെക്കൻഡ് പോളാർ ബോഡിയും അതേപോലെ തന്നെ ഓവമായിട്ട് മാറും. പക്ഷേ ഈ സെക്കൻഡ് പോളാർ ബോഡിയും അതേപോലെ തന്നെ ഓവമായിട്ട് മാറുന്നത് ഫെർട്ടിലൈസേഷന് ശേഷമാണ്. അതായത് സെക്കൻഡറി ഊസൈറ്റ് വരെയാണ് നമ്മളുടെ ബോഡിയിൽ ആദ്യം നടക്കുന്നത്. ഫെർട്ടിലൈസേഷന് ശേഷമാണ് ഈ സെക്കൻഡ് മിയോട്ടിക് ഡിവിഷൻ നടക്കുന്നത്. ഇതാണ് സെക്കൻഡ് മിയോട്ടിക് ഡിവിഷൻ. ഇത് ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷനാണ്. അപ്പോൾ അതിന് ശേഷമാണ് ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള ഓവം ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഈ സെക്കൻഡറി യൂസായിട്ട് ഈ ഗ്രാഫിയൻ ഫോളിക്കുലർ റപ്ചർ ചെയ്തതിന് ശേഷം റിലീസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഓവുലേഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് മെൻസ്ട്രൽ സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ മെൻസ്ട്രൽ സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് ഞാൻ പറയാണ്ട് തന്നെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. കാരണം നിങ്ങൾ ഒരു ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളായതുകൊണ്ട് തന്നെ നമുക്ക് ഏകദേശം എന്താണ്, നമ്മൾ 10th നമുക്ക് എന്ത് പഠിച്ചിട്ടുണ്ട്, ഈ മെൻസ്ട്രൽ സൈക്കിൾ എന്താണെന്നുള്ളതിൻ്റെ ബേസിക്കൊക്കെ നമ്മൾ 10th പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പം മെൻസ്ട്രേഷൻ എന്താണെന്നൊക്കെ നമുക്കറിയാം. പക്ഷേ അതിനുള്ളിൽ നടക്കുന്ന പല സ്റ്റേജസിനെ കുറിച്ചിട്ട്, എങ്ങനെയാണ് ഈ മെൻസ്ട്രേഷൻ നടക്കുന്നത്, എന്തൊക്കെയാണ് അതിൻ്റെ പ്രോസസ്സുകൾ എന്നുള്ള കാര്യങ്ങളൊന്നും നമുക്ക് അത്ര കാര്യമായിട്ട് അറിയണമെന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നോക്കാം, വാട്ട് ഈസ് മെൻസ്ട്രൽ സൈക്കിൾ. മെൻസ്ട്രൽ സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൈമേറ്റ്സ്, അതായത് നമുക്ക് ഓർഗാനിസത്തിനെ രണ്ടായിട്ട് പറയാൻ പറ്റും. അതായത് പ്രൈമേറ്റ്സും മാമൽസിനെ കേട്ടോ, മാമൽസിനെ രണ്ടായിട്ട് പറയാം, പ്രൈമേറ്റ്സും നോൺ പ്രൈമേറ്റ്സും. ഇപ്പോൾ പ്രൈമേറ്റ്സിലാണ് എന്ത് നടക്കുക, മെൻസ്ട്രൽ സൈക്കിൾ നടക്കുക. നോൺ പ്രൈമേറ്റ്സിൽ ഈസ്ട്രസ് സൈക്കിളാണ് നടക്കുന്നത്. ഇപ്പോൾ പ്രൈമേറ്റ്സ് ആയിട്ടുള്ള ഹ്യൂമൻസ്, മങ്കീസ്, എയ്ഡ്സിലൊക്കെയാണ് ഈ മെൻസ്ട്രൽ സൈക്കിൾ നടക്കുന്നത്. അപ്പം മെൻസ്ട്രൽ സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീസ് ആർ ദ സൈക്ലിക്കൽ ചേഞ്ചസ് ദാറ്റ് ഒക്കേഴ്സ് ഇൻ ദ ഫീമെയിൽ ഓവറീസ് ആൻഡ് റീപ്രൊഡക്റ്റീവ് ട്രാക്ട്. ഫീമെയിലിൻ്റെ ഓവറീസിലും അതേപോലെ തന്നെ റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റിലും ഉണ്ടാകുന്ന സൈക്ലിക്കൽ ചേഞ്ചസിനെയാണ് എന്തെന്ന് പറയുക, മെൻസ്ട്രൽ സൈക്കിൾ എന്ന് പറയുക. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ സൈക്ലിക്കൽ ചേഞ്ചസ് നടക്കുന്നത്? ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് ഫെർട്ടിലൈസേഷൻ ആൻഡ് പ്രഗ്നൻസി. ഫെർട്ടിലൈസേഷന് വേണ്ടിയിട്ടും അതേപോലെ തന്നെ പ്രഗ്നൻസിക്കും വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ, അതിൻ്റെ റിസൾട്ടായിട്ടുണ്ടാകുന്ന ഈ സൈക്ലിക്കൽ ഇവൻസിനെ, നമ്മുടെ റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റിലും ഓവറിയിലൊക്കെ നടക്കുന്ന ആ സൈക്ലിക്കൽ ഇവൻസിനെ പറയുന്ന പേരാണ് മെൻസ്ട്രൽ cycle. So menstrual cycle is the cyclical changes in the female ovaries and reproductive tract for the preparation of fertilization and pregnancy. Clear ആണല്ലോ? അപ്പോൾ ഈ മെൻസ്ട്രൽ സൈക്കിൾ ആരുടെയെല്ലാം നടക്കുന്നത്? പ്രൈമേറ്റ്സിലാണ് മെൻസ്ട്രൽ സൈക്കിൾ നടക്കുക. ഇത് ഏകദേശം ഒരു 28 to 29 ഡേയ്സ് ആകുമ്പോൾ വീണ്ടും അത് എന്ത് ചെയ്യും, നടക്കും. അതായത് ഒരു സൈക്കിൾ കഴിഞ്ഞ് അടുത്ത സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു 28 to 29 ഡേയ്സ് ആകുമ്പോഴേക്കും അടുത്ത സൈക്കിൾ എന്ത് ചെയ്യും, സ്റ്റാർട്ട് ചെയ്യും. സോ ദ ആവറേജ് ഇൻ്റർവെൽ എന്ന് പറയുന്നത് 28 to 29 ഡേയ്സ് ആണ്. ഇനി ഒരു ഗേളിൻ്റെ ലൈഫിൽ ഫസ്റ്റ് ഉണ്ടാവുന്ന ആ മെൻസ്ട്രേഷനെ പറയുന്ന പേരാണ് മെനാർക്ക്. ഒരു ഗേളിൻ്റെ ലൈഫിൽ അതിൻ്റെ ഫസ്റ്റ് ഉണ്ടാവുന്ന ആ ഒരു മെൻസ്ട്രേഷനെ പറയുന്ന പേരാണ് മെനാർക്ക്. ലാസ്റ്റ് ഉണ്ടാവുന്ന മെൻസ്ട്രേഷനെ, അതായത് ഒരു 50 വയസ്സൊക്കെ ആകുമ്പോഴേക്കും 50 ഇയേഴ്സൊക്കെ ആകുമ്പോഴേക്കും ഈ പ്രോസസ്സുകളൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങും, സ്റ്റോപ്പ് ചെയ്യാൻ തുടങ്ങും. അപ്പം ലാസ്റ്റ് മെൻസ്ട്രേഷനെ പറയുന്ന പേരാണ് മെനോപോസ്. സോ ഫസ്റ്റ് മെൻസ്ട്രേഷൻ ഈസ് കോൾഡ് മെനാർക്ക് ആൻഡ് ദ ലാസ്റ്റ് മെൻസ്ട്രേഷൻ ഈസ് കോൾഡ് മെനോപോസ്. ഇനി ഈ ഒരു പീരീഡിലാണ് എന്തുണ്ടാവുന്നത്, ഓവം റിലീസ് ചെയ്യുന്നത്. അതായത് ഈ മെൻസ്ട്രൽ സൈക്കിളിൻ്റെ മിഡിലായിട്ട്, ഒരു സൈക്ലിക്കൽ ഇവൻ്റ് ആണല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മെൻസ്ട്രൽ സൈക്കിളിൻ്റെ മിഡിലായിട്ട് എന്തുണ്ടാവും, ഓവം റിലീസ് ചെയ്യും. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ മെൻസ്ട്രൽ സൈക്കിളിൽ പറഞ്ഞത്. ഫസ്റ്റ്, മെൻസ്ട്രൽ സൈക്കിൾ ഈസ് എ സൈക്ലിക്കൽ ചേഞ്ചസ് ദാറ്റ് ഒക്കേഴ്സ് ഇൻ ദ ഫീമെയിൽ ഓവറീസ് ആൻഡ് റീപ്രൊഡക്റ്റീവ് ട്രാക്ട് ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് pregnancy and fertilization. Its average interval is 28 to 29 days. Menstrual cycle occurs in primates and the first menstruation is called menarche and the last menstruation is called menopause. ഇനി ഇതിൻ്റെ മിഡിലായിട്ട്, ഇൻ ദ മിഡിൽ ഓഫ് മെൻസ്ട്രൽ സൈക്കിൾ ഓവം ഇസ് റിലീസ്ഡ്. അതിൻ്റെ മിഡിലായിട്ട് ഓവം റിലീസ് ചെയ്യും. സോ ഈ മെൻസ്ട്രൽ സൈക്കിളിനെ നമുക്ക് 4 ഫേസസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് മെൻസ്ട്രൽ ഫേസ് ആണ്. മെൻസ്ട്രൽ സൈക്കിളിലെ ആദ്യത്തെ ഫേസ് എന്ന് പറയുന്നത് മെൻസ്ട്രൽ ഫേസ് ആണ്.
ഇത് 3 to 5 ഡേയ്സ് ആണ് എന്ത് ചെയ്യുന്നത്, ലാസ്റ്റ് ചെയ്യുന്നത്. ഒരു 3 മുതൽ 5 ദിവസം വരെയാണ് മെൻസ്ട്രൽ ഫേസ് ലാസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ സപ്പോസ് ഇപ്പോൾ ഫെർട്ടിലൈസേഷൻ നടന്നില്ല എന്ന് വിചാരിക്കുക. ഇഫ് നോ ഫെർട്ടിലൈസേഷൻ ഒക്കേഴ്സ്, അപ്പോൾ എന്താ സംഭവിക്കുക, ഈ ഓവം എന്ത് സംഭവിക്കും? അപ്പോൾ നമ്മളിപ്പോൾ ഫെർട്ടിലൈസേഷൻ ഓരോ മന്തിലും നമ്മളുടെ യൂട്രസ് എന്ത് ചെയ്യും, പ്രിപ്പയർഡ് ആയിരിക്കും. ഒരു പ്രഗ്നൻസി അല്ലെങ്കിൽ പ്രഗ്നൻസിക്ക് പ്രിപ്പയർഡ് ആയിട്ടായിരിക്കും ആരിയ്ക്കുന്നുണ്ടാവുക, നമ്മളുടെ യൂട്രസ് ഉണ്ടായിരിക്കുക. പക്ഷേ സപ്പോസ് ഫെർട്ടിലൈസേഷൻ നടന്നില്ല, അപ്പം അങ്ങനെ ഒരു കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ ഈ പ്രിപ്പറേഷൻസ് ഒക്കെ എന്താവും, വെറുതെ ആവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ എൻഡോമെട്രിയം ബ്രേക്ക് ഡൗൺ ചെയ്യും. എൻഡോമെട്രിയത്തിൻ്റെ കൂടെ അവിടെ അതിനെ സറൗണ്ട് ചെയ്തിട്ടുള്ള ബ്ലഡ് വെസൽസും എന്ത് ചെയ്യും, ബ്രേക്ക് ഡൗൺ ചെയ്യും. ഈ അൺഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള എഗ്ഗും എന്ത് ചെയ്യും, പുറത്തേക്ക് വരും. അപ്പോൾ ഈ അൺഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള എഗ്ഗും എൻഡോമെട്രിയവും, അതായത് റപ്ചേർഡ് ആയിട്ടുള്ള എൻഡോമെട്രിയവും അവിടെയുള്ള ബ്ലഡ് വെസൽസും എല്ലാം കൂടിയിട്ട് വെജൈനൽ ഓപ്പണിങ്ങിലൂടെ പുറത്തേക്ക് എന്ത് ചെയ്യും, എലിമിനേറ്റ് ചെയ്യും അല്ലെങ്കിൽ റിലീസ് ചെയ്യും. ആ പ്രോസസ്സിനെയാണ് മെൻസ്ട്രേഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ മെൻസസ് എന്ന് പറയുന്നത്. അപ്പോൾ മെൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫെർട്ടിലൈസേഷൻ ഈസ് നോട്ട് ഒക്കേർഡ്, കോർപ്പസ് ലൂട്ടിയം ഡീജനറേറ്റ്. അതായത് ഫെർട്ടിലൈസേഷൻ നടന്നില്ല. ഫെർട്ടിലൈസേഷൻ നടന്നില്ലെങ്കിൽ നമ്മുടെ ഓവറിയിൽ ആരുണ്ട്, ഗ്രാഫിയൻ ഫോളിക്കിൾ റപ്ചർ ചെയ്തിട്ടുള്ള കോർപ്പസ് ലൂട്ടിയം ഉണ്ടായിരിക്കും. ആ കോർപ്പസ് ലൂട്ടിയം എന്ത് ചെയ്യും, റീജനറേറ്റ് ചെയ്യും, നശിച്ചു പോകും. ഈ കോർപ്പസ് ലൂട്ടിയമാണ് പ്രൊജസ്ട്രോൺ എന്ന് പറയുന്ന ഹോർമോണിനെ പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പോൾ കോർപ്പസ് ലൂട്ടിയം ഇല്ലാണ്ടായി കഴിഞ്ഞാൽ പ്രൊജസ്ട്രോണും ഇല്ലാണ്ടാകും. അപ്പോൾ പ്രൊജസ്ട്രോൺ കുറഞ്ഞു കഴിഞ്ഞാൽ ഈ എൻഡോമെട്രിയം എന്ന് പറയുന്ന ആ ഒരു ലൈനിങ് ഉണ്ടല്ലോ, നമ്മുടെ യൂട്രസിനുള്ളിൽ കാണുന്ന എൻഡോമെട്രിയം, ആ എൻഡോമെട്രിയം എന്ത് ചെയ്യും, ബ്രേക്ക് ഡൗൺ ചെയ്യും അല്ലെങ്കിൽ ഡീജനറേറ്റ് ചെയ്യും. അപ്പോൾ എൻഡോമെട്രിയം ഡീജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ അതിൻ്റെ കൂടെ അവിടെയുള്ള ബ്ലഡ് വെസൽസും എന്ത് ചെയ്യും, ബ്രേക്ക് ഡൗൺ ചെയ്യും. ഈ അൺഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള ഈ എഗ്ഗും ഈ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടുള്ള എൻഡോമെട്രിയവും ഒപ്പം തന്നെ അവിടെയുള്ള ബ്ലഡ് വെസൽസ് എല്ലാം കൂടിയിട്ട് വെജൈനൽ ഓപ്പണിങ്ങിലൂടെ എന്ത് ചെയ്യും, റിമൂവ് ചെയ്യും. അങ്ങനെ ബ്ലീഡിങ് ആയിട്ടാണ് അത് എന്ത് ചെയ്യുക, പുറത്തേക്ക് പോകുന്നത്. ആ ഒരു പ്രോസസ്സിനെയാണ് മെൻസ്ട്രേഷൻ അല്ലെങ്കിൽ മെൻസസ് എന്ന് പറയുന്നത്. സോ ദാറ്റ് ഈസ് അബൌട്ട് മെൻസ്ട്രൽ ഫേസ്. മെൻസ്ട്രൽ ഫേസിലാണ് അപ്പോൾ നമ്മുടെ മെൻസ്ട്രൽ സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യുന്നത് മെൻസ്ട്രൽ ഫേസിലാണ്. സെക്കൻഡ് ഫേസ് ആണ് ഫോളിക്കുലാർ ഫേസ്. ഫോളിക്കുലാർ ഫേസിനെ പറയുന്ന മറ്റൊരു പേരാണ് പ്രോലിഫറേറ്റീവ് ഫേസ്. അപ്പോൾ പ്രോലിഫറേഷൻ നടക്കുന്നുണ്ടായിരിക്കും. അങ്ങനെ നടക്കുന്നതുകൊണ്ടാണ് തന്നെ പ്രോലിഫറേറ്റീവ് ഫേസ് എന്ന് പറയുന്നത്. കുറച്ചും കൂടി കാര്യമായിട്ട് നമുക്ക് അടുത്തേക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഫോളിക്കുലാർ ഫേസ് എന്ന് പറയുന്നത് 14 ഡേയ്സ് ആണ് ലാസ്റ്റ് ചെയ്യുന്നത്. ഒരു 14 ദിവസം എന്ത് നടക്കും, ഈ ഫോളിക്കുലാർ ഫേസ് നടക്കും. അപ്പോൾ ഈ ഒരു ഫേസിൽ എന്താ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഈ പ്രോലിഫറേറ്റീവ് ഫേസ് അല്ലെങ്കിൽ ഫോളിക്കുലാർ ഫേസിൽ നമ്മളുടെ ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി ഗൊണാഡോട്രോപ്പിൻസിനെ സിന്തസൈസ് ചെയ്യും. ഗൊണാഡോട്രോപ്പിൻസ് എന്ന് പറയുമ്പോൾ LHും അതേപോലെ തന്നെ FSHും. LH എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൂട്ടിനൈസിങ് ഹോർമോൺ, FSH എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. ഇങ്ങനെ 2 ഹോർമോൺസിനെ അവർ പ്രൊഡ്യൂസ് ചെയ്യും. ഇതിൽ ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ എന്ത് ചെയ്യും, നമ്മളുടെ ഒവേറിയൻ ഫോളിക്കിളിൻ്റെ ഗ്രോത്തിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. ഓവറിനെ കവർ ചെയ്തിട്ട് ഫോളിക്കിൾസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. ആ ഒവേറിയൻ ഫോളിക്കിൾസിൻ്റെ ഗ്രോത്തിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് പ്രൈമറി ഫോളിക്കിൾസ് എന്നുള്ളത് സെക്കൻഡറി ഫോളിക്കിളായി, സെക്കൻഡറി ഫോളിക്കിൾ ടെറിഷറി ഫോളിക്കിളായി, ടെറിഷറി ഫോളിക്കിൾ ഗ്രാഫിയൻ ഫോളിക്കിളായിട്ട് ഗ്രോ ചെയ്യും. അപ്പം അങ്ങനെ ഗ്രാഫിയൻ ഫോളിക്കിളായിട്ട് അവർ മാറും. ഈ ഗ്രാഫിയൻ ഫോളിക്കിൾസ് ഈസ്ട്രജൻ പ്രൊഡ്യൂസ് ചെയ്യും. ഗ്രാഫിയൻ ഫോളിക്കിൾ എന്താ പ്രൊഡ്യൂസ് ചെയ്യുക, ഈസ്ട്രജൻ ആണ് പ്രൊഡ്യൂസ് ചെയ്യുക. ഈ ഈസ്ട്രജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ റിസൾട്ടായിട്ട് നേരത്തെ റപ്ചർ ആയി പോയിട്ടുള്ള ആ എൻഡോമെട്രിയം ഉണ്ടല്ലോ, നേരത്തെ മെൻസ്ട്രേഷൻ്റെ ടൈമിൽ എൻഡോമെട്രിയം ഡീജനറേറ്റ് ചെയ്ത് പോയില്ലേ, ആ എൻഡോമെട്രിയം എന്ത് ചെയ്യാൻ തുടങ്ങും, വീണ്ടും റീഗ്രോ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അവിടെ ഗ്രോത്ത് ഓഫ് എൻഡോമെട്രിയം ആണ് ആര് പ്രൊമോട്ട് ചെയ്യുന്നത്, ഈ ഗ്രാഫിയൻ ഫോളിക്കിൾ സിന്തസൈസ് ചെയ്യുന്ന ഈസ്ട്രജൻ പ്രൊമോട്ട് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് അബൌട്ട് follicular phase. Follicular phase is otherwise called proliferative phase. അതായത് ഓരോ ഫോളിക്കിൾസും പ്രോലിഫറേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഇവിടെ എന്തെന്ന് പറയുന്നത്, പ്രോലിഫറേറ്റീവ് ഫേസ് എന്ന് പറയുന്നത്. ഒപ്പം തന്നെ എന്തും കൂടി പ്രോലിഫറേറ്റ് ചെയ്യുകയാണ് അവിടെ, എൻഡോമെട്രിയം. അതായത് മുന്നേ നശിച്ചു പോയ ആ എൻഡോമെട്രിയം അവിടെ സെൽസൊക്കെ പ്രോലിഫറേറ്റ് ചെയ്തിട്ട് അവിടെ എന്ത് ഫോം ചെയ്യുകയാണ്, എൻഡോമെട്രിയം വീണ്ടും റീജനറേറ്റ് ചെയ്യുകയാണ്. അതുകൊണ്ടാണ് ആ പേര് വരുന്നത്, അതായത് പ്രോലിഫറേറ്റീവ് ഫേസ് എന്ന് പറയുന്ന പേര് വരുന്നത്. ഫോളിക്കുലാർ ഫേസ് എന്ന് പറയാൻ കാരണം പുതിയ ഫോളിക്കിൾസ് ആഡ് ചെയ്തിട്ട് ഫോളിക്കിൾസിൻ്റെ ഗ്രോത്ത് നടക്കുന്നതുകൊണ്ടാണ് ഫോളിക്കുലാർ ഫേസ് എന്ന് കൂടെ പറയുന്നത്. സോ ഫോളിക്കുലാർ ഫേസ് 14 ഡേയ്സ് ആയിരിക്കും ലാസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. ഫോളിക്കുലാർ ഫേസിൽ ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി LHനെയും FSHനെയും പ്രൊഡ്യൂസ് ചെയ്യും.
FSH ഫോളിക്കുലാർ ഫോളിക്കിൾസിൻ്റെ ഗ്രോത്തിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് അതിൻ്റെ റിസൾട്ടായിട്ട് ഫോളിക്കിൾസ് ഫോം ചെയ്യും. അത് ഗ്രാഫിയൻ ഫോളിക്കിളായിട്ട് മാറും. ഗ്രാഫിയൻ ഫോളിക്കിൾ ഇനി ഈസ്ട്രജൻ എന്ന് പറയുന്ന ഹോർമോണിനെ പ്രൊഡ്യൂസ് ചെയ്യും. ആ ഹോർമോൺ എന്ത് ചെയ്യും? നമ്മളുടെ എൻഡോമെട്രിയം വീണ്ടും പ്രോളിഫറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. സോ ദാറ്റ് ഈസ് ഫോളിക്കുലാർ ഫേസ്. ഫോളിക്കുലാർ ഫേസ് കഴിഞ്ഞാൽ മൂന്നാമത്തെ ഫേസാണ് ഇത് ഓവുലേറ്ററി ഫേസ് എന്ന് പറയുന്നത്. ഈ ഓവുലേറ്ററി ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മെൻസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ മെൻസ്ട്രൽ ഫ്ലോ സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഫസ്റ്റ് ഡേ മുതൽ നമ്മൾ കൗണ്ട് ചെയ്യുകയാണെങ്കിൽ 14th ഡേയിലാണ് ഈ ഓവുലേറ്ററി ഫേസ് എന്ന് പറയുന്നത്. ഓവുലേഷൻ നടക്കുന്ന ആ ഒരു ഫേസ് ആയതുകൊണ്ടാണ് അതിനെ ഓവുലേറ്ററി ഫേസ് എന്ന് പറയുന്നത്. സോ 14th ഡേ ആഫ്റ്റർ മെൻസ്ട്രേഷൻ്റെ 14th ഡേയിലാണ് എന്ത് നടക്കുക? ശേഷമാണ് ഈ ഓവുലേറ്ററി ഫേസ് നടക്കുന്നത്. അപ്പോൾ ഓവുലേറ്ററി ഫേസിൽ എന്താ ഉണ്ടാവുന്നതെന്ന് നോക്കാം. ഇപ്പം നേരത്തെ ഗൊണാഡോട്രോപ്പിനെ റിലീസ് ചെയ്തെന്ന് പറഞ്ഞില്ലേ? അതിലൊരു ഗൊണാഡോട്രോപ്പിനാണ് LH. അപ്പോൾ ഈ ഓവുലേറ്ററി ഫേസ് ആകുമ്പോഴേക്കും LHൻ്റെ പ്രൊഡക്ഷൻ വല്ലാണ്ട് കൂടും. നേരത്തെ ഉണ്ടായതിനേക്കാളും LH ഒരുപാട് എന്ത് ചെയ്യും? പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ LHൻ്റെ പ്രൊഡക്ഷൻ അതിൻ്റെ പീക്കിലേക്ക് എത്തുന്ന ആ ഒരു സ്റ്റേജിനെയാണ് LH സർജ് എന്ന് പറയുന്നത്. സോ LH സർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ LHൻ്റെ ലൂട്ടിനൈസിങ് ഹോർമോണിൻ്റെ പ്രൊഡക്ഷൻ എന്ത് ചെയ്യും? കൂടും. ആ ഒരു പീരീഡിനെയാണ് LH സർജ് എന്ന് പറയുന്നത്. ഈ ലൂട്ടിനൈസിങ് ഹോർമോണിൻ്റെ പ്രൊഡക്ഷൻ വല്ലാണ്ട് കൂടിക്കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ടായിട്ട് എന്ത് ചെയ്യും? നമ്മളുടെ ഗ്രാഫിയൻ ഫോളിക്കിൾ ഉണ്ടല്ലോ, ആ ഗ്രാഫിയൻ ഫോളിക്കിൾ റപ്ചർ ചെയ്യും, പൊട്ടും. അങ്ങനെ റപ്ചർ ചെയ്തിട്ട് അതിൽ നിന്ന് ഓവം റിലീസ് ചെയ്യും. അങ്ങനെ ഓവം റിലീസ് ചെയ്യുന്ന ഫേസ് ആയതുകൊണ്ടാണ് ഓവുലേറ്ററി ഫേസ് എന്ന് പറയുന്നത്. അങ്ങനെ ഈ റിലീസ് ചെയ്യുന്ന ഓവം ഏകദേശം ഒരു 24 hours ആണ് അതിൻ്റെ ലൈഫ് എന്ന് പറയുന്നത്. അത്രയും നേരം മാത്രമേ അത് എന്ത് ചെയ്യുള്ളൂ? എലൈവായിട്ട് നിൽക്കുള്ളൂ. അതിനുശേഷം നമ്മളുടെ LH ഗ്രാഫിയൻ ഫോളിക്കിളിനെ റപ്ചർ ആയിട്ടുള്ള ഗ്രാഫിയൻ ഫോളിക്കിളിനെ കൺവേർട്ട് ചെയ്തിട്ട് കോർപ്പസ് ലൂട്ടി ആയിട്ട് മാറ്റും. നമ്മൾ ഗ്രാഫിയൻ ഫോളിക്കിൾ റപ്ചർ ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ആ സ്ട്രക്ചറിനെ പറയുന്ന പേരാണ് കോർപ്പസ് ലൂട്ടിയം. ഈ കോർപ്പസ് ലൂട്ടിയം പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ സിന്തസൈസ് ചെയ്യുന്ന ഹോർമോണാണ് പ്രൊജസ്ട്രോൺ. ഇവിടെ നമ്മൾ ആദ്യത്തെ ഫേസ് പറഞ്ഞപ്പോൾ, അതായത് മെൻസ്ട്രൽ ഫേസ് പറഞ്ഞപ്പോൾ കോർപ്പസ് ലൂട്ടിയം എന്ത് ചെയ്തു? ഡീജനറേറ്റ് ചെയ്ത് പോയിരുന്നു അല്ലേ? അങ്ങനെ കോർപ്പസ് ലൂട്ടിയം ഡീജനറേറ്റ് ചെയ്തപ്പോഴാണ് ആര് കുറഞ്ഞത്? പ്രൊജസ്ട്രോൺ കുറഞ്ഞത്. പ്രൊജസ്ട്രോൺ കുറഞ്ഞപ്പോഴാണ് എൻഡോമെട്രിയത്തിന് എന്ത് ചെയ്യാൻ പറ്റാഞ്ഞത്? മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാഞ്ഞത്. സോ എൻഡോമെട്രിയം മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഹോർമോണാണ് പ്രൊജസ്ട്രോൺ എന്ന് പറയുന്നത്. പ്രൊജസ്ട്രോൺ എത്ര നാൾ സിന്തസൈസ് ചെയ്യുന്നുണ്ടോ അത്രയും എൻഡോമെട്രിയം എന്ത് ചെയ്യും? അതേപോലെ നിൽക്കും. അപ്പോൾ ഇതാണ് ഓവുലേറ്ററി ഫേസ് എന്ന് പറയുന്നത്. സോ മൂന്നാമത്തെ ഫേസാണ് ഓവുലേറ്ററി ഫേസ്. ഓവുലേറ്ററി ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 14 ഡേ ആണ് അത് ലാസ്റ്റ് ചെയ്യുക. അതിൽ LH സർജ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ടാകുന്നുണ്ട്. അതായത് LHൻ്റെ പ്രൊഡക്ഷൻ കൂടും. അതിൻ്റെ റിസൾട്ടായിട്ട് ഓവേറിയൻ ഫോളിക്കിൾ, അതായത് ഗ്രാഫിയൻ ഫോളിക്കിൾ എന്ത് ചെയ്യും? റപ്ചർ ചെയ്ത് അതിൽ നിന്ന് ഓവം റിലീസ് ചെയ്യും. അങ്ങനെ ഓവം റിലീസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഓവുലേഷൻ എന്ന് പറയുന്നത്. ഓവുലേഷൻ നടക്കുന്ന ഫേസ് ആയതുകൊണ്ടാണ് ഓവുലേറ്ററി ഫേസ് എന്ന് പറയുന്നത്. ഇത് കൂടാതെ LH മറ്റൊരു കാര്യം കൂടിയും ചെയ്യും. അതായത് റപ്ചർ ആയിട്ടുള്ള ഗ്രാഫിയൻ ഫോളിക്കിളിനെ കൺവേർട്ട് ചെയ്ത് കോർപ്പസ് ലൂട്ടി ആയിട്ട് മാറ്റും. മെൻസ്ട്രൽ സൈക്കിളിൻ്റെ ലാസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് ലൂട്ടിയൽ ഫേസ് ആണ്. ലൂട്ടിയൽ ഫേസിനെ പറയുന്ന മറ്റൊരു പേരാണ് സെക്രീറ്ററി ഫേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഓവുലേഷൻ കഴിഞ്ഞു. ഓവുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് നമ്മൾ പറഞ്ഞു? ഓവം റിലീസ് ചെയ്യും. അതായത് ഗ്രാഫിയൻ ഫോളിക്കിൾ റപ്ചർ ചെയ്തിട്ട് ഓവം റിലീസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഓവുലേഷൻ എന്ന് പറയുക. അപ്പോൾ അതുവരെയുള്ള ഫേസിനെയാണ് നമ്മൾ ഓവുലേറ്ററി, ആ ഒരു ഫേസിനെയാണ് ഓവുലേറ്ററി ഫേസ് എന്ന് പറയുന്നത്. അടുത്ത ഫേസ് ആണ് അപ്പോൾ എന്ത്? ലൂട്ടിയൽ ഫേസ്. ലൂട്ടിയൽ ഫേസ് അല്ലെങ്കിൽ സെക്രീറ്ററി ഫേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സെക്രീറ്ററി ഫേസിൽ നേരത്തെ റപ്ചർ ചെയ്ത ഗ്രാഫിയൻ ഫോളിക്കിൾ എന്തായിട്ടുണ്ടാവും? കോർപ്പസ് ലൂട്ടിയം ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ഈ കോർപ്പസ് ലൂട്ടിയം നമ്മളുടെ പ്രൊജസ്ട്രോൺ എന്ന് പറയുന്ന ഹോർമോണിനെ സെക്രീറ്റ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ പ്രൊജസ്ട്രോണിൻ്റെ പ്രൊഡക്ഷൻ കൂടുന്ന ആ ഒരു ഫേസ് ആയതുകൊണ്ടാണ്, സെക്രീറ്റ് ചെയ്യൽ കൂടുന്ന ആ ഒരു ഫേസ് ആയതുകൊണ്ടാണ് അതിനെ സെക്രീറ്ററി ഫേസ് എന്ന് പറയുന്നത്. അങ്ങനെ പ്രൊജസ്ട്രോൺ കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ എൻഡോമെട്രിയം എന്ത് ചെയ്യും? പഴയതുപോലെ വീണ്ടും മെയിൻറ്റെയിൻ ചെയ്യും. സപ്പോസ് ഫെർട്ടിലൈസേഷൻ നടക്കുകയാണെങ്കിൽ ഈ റിലീസ് ചെയ്ത ഓവം എന്ത് ചെയ്യും? എൻഡോമെട്രിയം, അതായത് ഫെർട്ടിലൈസേഷന് ശേഷം ഈ എൻഡോമെട്രിയത്തിൽ അറ്റാച്ച് ചെയ്തിട്ട് പിന്നെ ഡെവലപ്പ് ചെയ്യും. അതായത് പ്രഗ്നൻ്റ് ആവണമെങ്കിൽ എൻഡോമെട്രിയം എന്ത് ചെയ്യണം? മെയിൻറ്റെയിൻ ചെയ്യണം. എൻഡോമെട്രിയം മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ആദ്യം കോർപ്പസ് ലൂട്ടിയം ഉണ്ടാവണം. കോർപ്പസ് ലൂട്ടിയം ആരെ പ്രൊഡ്യൂസ് ചെയ്യണം? പ്രൊജസ്ട്രോൺ എന്ന് പറയുന്ന ഹോർമോണിനെ പ്രൊഡ്യൂസ് ചെയ്യുകയും വേണം. അപ്പോൾ ഈ ഒരു സ്റ്റേജിനെയാണ് നമ്മൾ ലൂട്ടിയൽ ഫേസ് എന്ന് പറയുക. സോ ഈ പ്രൊജസ്ട്രോണിൻ്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
മറ്റുള്ള ഫോളിക്കിൾസ്, അതായത് ഒരു ഫോളിക്കിൾ, ഇപ്പോൾ ഗ്രാഫിയൻ ഫോളിക്കിൾ എന്തായാലും ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞു, മറ്റുള്ള ഫോളിക്കിൾസും ഇതേപോലെ ഒരുമിച്ച് ഡെവലപ്പ് ചെയ്യുന്നത് പ്രിവെൻറ്റ് ചെയ്യും ആര്? ഈ കോർപ്പസ് പ്രൊജസ്ട്രോൺ എന്ന് പറയുന്നത്. അതുകൂടാതെ നമ്മുടെ എൻഡോമെട്രിയത്തിൻ്റെ ഫർദർ ഗ്രോത്തിനെയും ആര് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? പ്രൊജസ്ട്രോൺ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഫർദറായിട്ട് ഗ്രോ ചെയ്തെങ്കിൽ മാത്രമേ ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുകയുള്ളൂ. സോ ഇത്രയും കാര്യങ്ങളാണ് മെൻസ്ട്രൽ സൈക്കിളിൽ പറയാനുള്ളത്. ഒന്നും കൂടി പറഞ്ഞുതരാം. മെൻസ്ട്രൽ സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈമേറ്റ്സിൻ്റെ റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റിലും അതേപോലെ തന്നെ ഓവറിയിലും നടക്കുന്ന സൈക്ലിക്കൽ ചേഞ്ചസിനെയാണ് മെൻസ്ട്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ മെൻസ്ട്രേഷൻ എന്ന് പറയുന്നതിന് 4 ഫേസസ് ഉണ്ട്. ഒന്ന്, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്? മെൻസ്ട്രൽ ഫേസ് ആണ്. അതായത് മെൻസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഫേസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? മെൻസ്ട്രൽ ഫേസ് എന്ന് പറയുന്നത്. മെൻസ്ട്രൽ ഫേസിൽ എന്താ സംഭവിക്കുന്നത്? നമ്മളുടെ കോർപ്പസ് ലൂട്ടിയം ഡീജനറേറ്റ് ചെയ്തു പോകും. കോർപ്പസ് ലൂട്ടിയം ഡീജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രൊജസ്ട്രോണും എന്ത് ചെയ്യും? കുറയും. പ്രൊജസ്ട്രോൺ കുറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? പ്രൊജസ്ട്രോൺ കുറഞ്ഞു കഴിഞ്ഞാൽ എൻഡോമെട്രിയം ഡീജനറേറ്റ് ചെയ്യും. അതായത് എൻഡോമെട്രിയത്തിന് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. അതുകൂടാതെ ഇതിപ്പോൾ കോർപ്പസ് ലൂട്ടിയം ഡീജനറേറ്റ് ചെയ്ത് പോകാൻ കാരണം എന്താ? അവിടെ ഫെർട്ടിലൈസേഷൻ നടന്നില്ല. അതായത് സപ്പോസ് ഇപ്പോൾ നമ്മളുടെ യൂട്രസ് എന്ന് പറയുന്നത് എല്ലാ മാസവും ഒരു പ്രഗ്നൻസി എക്സ്പെക്റ്റ് ചെയ്തിട്ടിരിക്കുകയായിരിക്കും, അല്ലെങ്കിൽ ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള എഗ്ഗ് വന്നിട്ട് ഇംപ്ലാന്റ് ചെയ്യും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് എപ്പോഴും നമ്മുടെ യൂട്രസ് ഇരിക്കുന്നത്. എപ്പോൾ? ആഫ്റ്റർ പ്യൂബർട്ടി. അപ്പോൾ എപ്പോഴും ഓരോ മാസം അത് എന്ത് ചെയ്തിട്ടുണ്ട്? പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന്, എൻഡോമെട്രിയം നല്ല കട്ടിയിൽ എന്ത് ചെയ്തിട്ടും ഗ്രോ ചെയ്യും, നല്ല തിക്കായിട്ടിരിക്കുന്നുണ്ടാവും. എൻഡോമെട്രിയം നല്ല തിക്കായിട്ടിരുന്നെങ്കിലേ അവിടെ എന്ത് നടക്കുള്ളൂ? ഇംപ്ലാന്റേഷൻ നടക്കുള്ളൂ. ഇംപ്ലാന്റേഷനാണ് പ്രഗ്നൻസിക്ക് കാരണമാവുന്നത്. അങ്ങനെ എൻഡോമെട്രിയം മെയിൻറ്റെയിൻ ചെയ്യണമായിരുന്നു. പക്ഷേ ഫെർട്ടിലൈസേഷൻ നടന്നില്ല. ഇപ്പോൾ ഫെർട്ടിലൈസേഷൻ നടക്കാത്ത സ്ഥിതിക്ക് ഇപ്പോൾ ഈ കഷ്ടപ്പെട്ടിട്ടുള്ള ആ ഒരു പ്രിപ്പറേഷൻ്റെ ആവശ്യം അവിടെ ഉണ്ടോ? അപ്പോൾ ഈ പ്രിപ്പറേഷൻ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ അതിനെന്ത് ചെയ്യാൻ തുടങ്ങും? റീപ്ലേസ് ചെയ്യാൻ തുടങ്ങും, അല്ലെങ്കിൽ റിമൂവ് ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ അതിൻ്റെ റിസൾട്ടായിട്ട് ഈ കോർപ്പസ് ലൂട്ടിയം എന്ത് വിചാരിക്കും? ഇനി ഇതിൻ്റെ ആവശ്യമില്ല, എൻഡോമെട്രിയത്തിൻ്റെ ആവശ്യമില്ല, അതുകൊണ്ട് തന്നെ കോർപ്പസ് ലൂട്ടിയം ഡീജനറേറ്റ് ചെയ്യും. കോർപ്പസ് ലൂട്ടിയം ഡീജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊജസ്ട്രോണും കുറയില്ലേ? ഈ പ്രൊജസ്ട്രോൺ ഉള്ളതുകൊണ്ടാണ് എൻഡോമെട്രിയം അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ പ്രൊജസ്ട്രോണും കുറഞ്ഞു, അതിൻ്റെ റിസൾട്ടായിട്ട് എൻഡോമെട്രിയം ബ്രേക്ക് ഡൗൺ ചെയ്യും, അല്ലെങ്കിൽ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യും. അങ്ങനെ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ സറൗണ്ട് ചെയ്തിട്ട് എൻഡോമെട്രിയത്തിനെ ലൈൻ ചെയ്തിട്ട് ഒരുപാട് ബ്ലഡ് വെസൽസ് ഉണ്ട്. ആ ബ്ലഡ് വെസൽസും ഈ അൺഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള ഓവും വജൈനൽ ഓപ്പണിങ്ങിലൂടെ ബ്ലീഡിംഗ് ആയിട്ട് പുറത്തേക്ക് റിമൂവ് ചെയ്യും. ആ പ്രോസസ്സിനെയാണ് മെൻസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഒരു ഗേളിൻ്റെ ലൈഫിലെ ഫസ്റ്റ് മെൻസ്ട്രേഷനെ പറയുന്ന പേരാണ് മെനാർക്ക്. അപ്പോൾ അതാണ് മെൻസ്ട്രൽ ഫേസ് എന്ന് പറയുന്നത്. മെൻസ്ട്രൽ ഫേസ് കഴിഞ്ഞാൽ അടുത്ത ഫേസ് എന്ന് പറയുന്നത് ഫോളിക്കുലാർ ഫേസ് ആണ്. ഫോളിക്കുലാർ ഫേസ് ഈസ് അതർവൈസ് കോൾഡ് പ്രൊലിഫറേറ്റീവ് ഫേസ്. അതായത് ഒരു എഗ്ഗ് ഇപ്പം എന്തായാലും അൺഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള എഗ്ഗ് റിമൂവ് ചെയ്തു. അപ്പോൾ ഇനി അടുത്ത എഗ്ഗ് ഉണ്ടാവണമെങ്കിലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യമുള്ള ആ പ്രൈമറി ഫോളിക്കിൾസ് ഇനി മാറിയിട്ട് സെക്കൻഡറി ഫോളിക്കിളാവും, ടെർഷറി ഫോളിക്കിളാവും, അങ്ങനെയൊക്കെ ആവണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം എന്ത് ചെയ്യും? നമ്മുടെ ആൻറ്റീരിയർ പിറ്റ്യൂട്ടറിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് അവർ FSHനെയും അതേപോലെ തന്നെ LHനെയും പ്രൊഡ്യൂസ് ചെയ്യും. FSH എന്ത് ചെയ്യും? നമ്മളുടെ ഒവേറിയൻ ഫോളിക്കിൾസിൻ്റെ ഗ്രോത്തിനെ സ്റ്റിമുലേറ്റ് ചെയ്യുകയും അതിൻ്റെ റിസൾട്ടായിട്ട് പ്രൈമറി ഫോളിക്കിൾ സെക്കൻഡറി ഫോളിക്കിളാവും, സെക്കൻഡറി ഫോളിക്കിൾ ടെർഷറി ഫോളിക്കിളാവും, ടെർഷറി ഫോളിക്കിൾ മെച്ചറായിട്ടുള്ള ഗ്രാഫിയൻ ഫോളിക്കിളായിട്ട് മാറും. അതായത് ഈ ഫോളിക്കുലാർ ഫേസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണ് നടക്കുന്നത്? നമ്മളുടെ ഓവറിയിലാണ് നടക്കുന്നത്. ഫോളിക്കുലാർ ഫേസ് നടക്കുന്നത് നമ്മുടെ ഓവറിയിലാണ്. അപ്പോൾ അങ്ങനെ അത് ഗ്രാഫിയൻ ഫോളിക്കിളായിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ടാവും. ഈ ഗ്രാഫിയൻ ഫോളിക്കിൾ ഈസ്ട്രജൻ എന്ന് പറയുന്ന ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യും. ആ ഈസ്ട്രജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ റിസൾട്ടായിട്ട് നേരത്തെ ഡീജനറേറ്റ് ചെയ്ത് പോയ എൻഡോമെട്രിയം വീണ്ടും പതുക്കെ പുതിയതായിട്ട് എന്ത് ചെയ്യാൻ തുടങ്ങും? റീജനറേറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അതാണ് ഫോളിക്കുലാർ ഫേസിലുള്ളത്. ഫോളിക്കുലാർ ഫേസ് കഴിഞ്ഞാൽ മൂന്നാമത്തെ ഫേസാണ് ഓവുലേറ്ററി ഫേസ്. ഓവുലേറ്ററി ഫേസിൽ നമ്മുടെ മെൻസ്ട്രേഷന് ശേഷം ഒരു 4th ഡേയിലാണ് എന്ത് നടക്കുക? ഓവുലേറ്ററി ഫേസ് നടക്കുന്നത്, ഓവുലേഷൻ നടക്കുന്നത്. അതായത് LHൻ്റെ പ്രൊഡക്ഷൻ വല്ലാണ്ട് കൂടുകയും അതിൻ്റെ റിസൾട്ടായിട്ട് ഗ്രാഫിയൻ ഫോളിക്കിൾ റപ്ചർ ചെയ്ത് അതിൽ നിന്ന് ഓവം റിലീസ് ചെയ്യും. അതായത് സെക്കൻഡറി യൂസൈറ്റിനെ റിലീസ് ചെയ്യും. ആ പ്രോസസ്സിനെയാണ് ഓവുലേഷൻ എന്ന് പറയുക. അങ്ങനെ ഓവുലേഷൻ നടക്കുന്ന ഫേസ് ആയതുകൊണ്ടാണ് ഓവുലേറ്ററി ഫേസ് എന്ന് പറയുന്നത്. അതുകൂടാതെ LH ചെയ്യുന്ന മറ്റൊരു കാര്യമാണ് ഗ്രാഫിയൻ ഫോളിക്കിളിനെ, റപ്ചർ ആയിട്ടുള്ള ഗ്രാഫിയൻ ഫോളിക്കിളിനെ കോർപ്പസ് ലൂട്ടിയം എന്ന് പറയുന്ന സ്ട്രക്ചറായിട്ട് കൺവേർട്ട് ചെയ്യും. ഇതാണ് ഓവുലേറ്ററി ഫേസ് എന്ന് പറയുന്നത്.
ഇത് കഴിഞ്ഞാൽ നാലാമത്തെ ഫേസാണ് നമ്മളിപ്പോൾ പറഞ്ഞ ലൂട്ടിയൽ ഫേസ്. ലൂട്ടിയൽ ഫേസ് ഈസ് അതർവൈസ് കോൾഡ് സെക്രീറ്ററി ഫേസ്. കാരണം ഈ കോർപ്പസ് ലൂട്ടിയം എന്ത് ചെയ്യും? വീണ്ടും പ്രൊജസ്ട്രോണിനെ സിന്തസൈസ് ചെയ്യാൻ തുടങ്ങും. റപ്ചർ ആയിട്ടുള്ള ഗ്രാഫിയൻ ഫോളിക്കിൾ കൺവേർട്ട് ചെയ്തിട്ട് ഒരു യെല്ലോയിഷ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറായിട്ട് മാറും. ആ യെല്ലോയിഷ് സ്ട്രക്ചറിനെയാണ് നമ്മൾ കോർപ്പസ് ലൂട്ടിയം എന്ന് പറയുക. ആ കോർപ്പസ് ലൂട്ടിയം ഇനി എന്ത് ചെയ്യും? പ്രൊജസ്ട്രോൺ എന്ന് പറയുന്ന ഹോർമോണിനെ പ്രൊഡ്യൂസ് ചെയ്യുകയും ആ പ്രൊജസ്ട്രോൺ വീണ്ടും നമ്മുടെ എൻഡോമെട്രിയം മെയിൻറ്റെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. അതാണ് സെക്രീറ്ററി ഫേസ്. ഇങ്ങനെ എൻഡോമെട്രിയം മെയിൻറ്റെയിൻ ചെയ്തു. അടുത്ത ടൈമിൽ നമ്മളുടെ എഗ്ഗ് ഫെലോപ്പിയൻ ട്യൂബിലെത്തി അവിടെ വെച്ചിട്ട് ഫെർട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ ഈ എൻഡോമെട്രി എന്ത് ചെയ്യും? മെയിൻറ്റെയിൻ ചെയ്യും. അതായത് കോർപ്പസ് ലൂട്ടിയം പിന്നെ എന്ത് ചെയ്യില്ല? ഡീജനറേറ്റ് ചെയ്യില്ല. അത് മാത്രമല്ല, അവർ ആ ഒരു പ്രഗ്നൻസി കഴിയുന്നത് വരെ, പ്രഗ്നൻസിയുടെ എൻഡ് വരെ അവർ പ്രൊജസ്ട്രോണിനെ പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യും. അങ്ങനെ പ്രൊജസ്ട്രോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ റിസൾട്ടായിട്ട് എൻഡോമെട്രിയം അതേപോലെ മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇത്രയുമാണ് മെൻസ്ട്രൽ സൈക്കിളിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് പല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് എക്സ്പെക്റ്റ് ചെയ്യാം. പുതിയ ഒരുപാട് ടേംസ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നുണ്ട്. പക്ഷേ ഇനി പുതിയതാണെങ്കിൽ പോലും അത്ര കണ്ട് ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യങ്ങളൊന്നും നമുക്ക് പറയുന്നില്ല. പിന്നെ നമ്മളുടെ ബോഡിയിൽ നടക്കുന്ന ഒരുപാട് പ്രോസസ്സുകളെ തിരിച്ചറിയാനും ഒക്കെ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഭാഗമാണ് ഇത്, ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ചാപ്റ്റർ ഒന്നല്ല, എന്നാൽ വളരെ ശ്രദ്ധിക്കേണ്ടതുമായിട്ടുള്ള അത്യാവശ്യം ക്വസ്റ്റ്യൻസും ഒക്കെ എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു ചാപ്റ്ററാണ് ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ടെക്സ്റ്റിൽ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ തന്നിട്ടുണ്ട്. ആ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കണം. പിന്നെ നമ്മൾ സുവോളജീൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഡയഗ്രാം ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ ഈ പറയുന്ന ഗ്രാഫിയൻ ഫോളിക്കിളിൻ്റെ അല്ലെങ്കിൽ മെൻസ്ട്രൽ സൈക്കിളിൻ്റെ ഗ്രാഫ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻസൊക്കെ നമ്മളോട് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസാണ്. പിന്നെ സ്റ്റാർട്ടിങ്ങിൽ വരുന്ന ചെറിയ ചെറിയ വേർഡ്സ്, പുതിയതായിട്ട് നമ്മൾ പറയുന്ന ടേംസ്, കുറേ ടേംസ്, ഇപ്പോൾ എന്താ പറയുക, ബൾബോ യൂറിത്രൽ ഗ്ലാൻഡിൻ്റെ ഫങ്ഷൻസ്, അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ, യൂറിത്രൽ മീറ്റസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്റ്റേണൽ ഓപ്പണിംഗ് ഓഫ് പെനിസ്, യൂറിത്രൽ മീറ്റസ്, അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിന് എക്സ്പെക്റ്റ് ചെയ്യാം. അതേപോലെ തന്നെ ഡയഗ്രാംസ്, ഇപ്പോൾ സ്പേമിൻ്റെ ഡയഗ്രാം, അതേപോലെ തന്നെ എഗ്ഗിൻ്റെ ഡയഗ്രാം, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്.